ആൻസി പോണം. ഞാൻ ഉള്ളേരത്തെ പിടിച്ച പിടിയാലേ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ ചോറിന് വഴിയായിരിക്കും പ്ലം കേക്ക് ഞാൻ പോണു. ഒരു കമന്റ് ഞാൻ വായിച്ചതാണേ, എന്താ ഇതുപോലൊരു മമ്മി ഇല്ലായിരുന്നു ദിവ്യ എങ്ങനെ ജീവിക്കുവായിരുന്നു. എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഞാൻ 5 രൂപയുടെ സാധനം മേടിച്ചു, ഇവിടെ മകള് 10 രൂപയുടെ മേടിച്ചു കേട്ടോ. ഹായ്, ഐ ആം ദിവ്യ ബ്രിൻഡോ. ഇതെന്താ ഇത് പൗഡർ ഇട്ട് കട്ട പിടിച്ചു പോയല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോകട്ടോ. ഇന്ന് കാറും വണ്ടിയും വെള്ളമൊന്നുമില്ല. എങ്ങനെ പോവും? ഒരു ഓട്ടോ വിളിച്ചു പോവാം. ഓട്ടോ വിളിച്ചു പോകാന്നല്ലേ? ഇന്നൊരു വെറൈറ്റി ഷോപ്പിംഗ് ആണ് കേട്ടോ. ഫുൾ സെറ്റ് ആണല്ലോ. എന്റെ മുടി വെട്ടിയ പിന്നെ ആരും കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ. എങ്ങനെയുണ്ട് മമ്മി? ഫസ്റ്റ് പക്ഷെ മമ്മിയല്ലേ പറഞ്ഞു എന്ന് ബോബി ബോബി എന്ന് പറഞ്ഞ ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ. മമ്മി എല്ലാവരെയും കൊണ്ടും പറഞ്ഞ് ബോബി ചെയ്യിപ്പിക്കും, പക്ഷെ മമ്മി ചെയ്യുമില്ല അല്ലേ? മരുമക്കളെ എല്ലാം പിടിച്ച് മുട്ട അടിപ്പിക്കും, മമ്മി മുട്ട അടിക്കില്ല. ഒരു ദിവസം ചെയ്യുന്നുണ്ട് ഞാൻ. കള്ളി. എങ്ങനെയുണ്ട് എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ടോ ഒരു വെറൈറ്റി പിടിച്ചതാണ് കേട്ടോ. കുറച്ച് കടന്ന കൈയായി പോയില്ലേ? കടന്ന കൈയായി പോയി. അടിപൊളി വായൊക്കെ ആണല്ലോ. ഞാനിട്ടോളാം. പട്ടണത്തിൽ നിന്ന് വന്നാന്ന് വിചാരിച്ചു. പരിഷ്കാരി പട്ടണത്തിൽ പോതോ അമേരിക്കൻ അമ്മായിയാന്ന് ഓർത്തോളൂ. ഇതിപ്പോ രണ്ടുപേരുടെ കൂടെ കൂളിംഗ് ഗ്ലാസ് ആവും വെയിലത്ത് ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പൊ ശരിക്കും ആൾക്കാർ ഓർത്തത് ഇവിടുന്ന് വന്ന ചാതനം. പോവാം. വണ്ടി ഓട്ടോ വരട്ടെ. ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഞാൻ. ആ മുഖത്തൊക്കെ തൂത്തോളാം. എവിടെയൊക്കെ കട്ട പിടിച്ച് കുളിച്ച്. ഇതെന്നാ ഇത് മാരത്തണിനെല്ലാം പോയോ? എന്റെ പൊന്നേ മതി. വീട്ടിലെ മാരത്തോണാ. അതെ. ഇപ്പൊ അങ്ങനെ കേട്ടാത്തൊന്നും ഞാൻ മമ്മിയെ ഒന്നും സഹായിക്കില്ല. ആൾക്കാർ അങ്ങനെയൊക്കെ കേട്ടോ വിചാരിച്ചു. ഉള്ളതല്ലേ എന്നൊക്കെ ഒരു കമന്റ് ഞാൻ വായിച്ചതാണേ, എന്താ ഇതുപോലൊരു മമ്മി ഇല്ലായിരുന്നു ദിവ്യ എങ്ങനെ ജീവിക്കുവായിരുന്നു. സത്യല്ലേ? അയ്യോ ഭയങ്കര ചൂടാട്ടോ. ചൂടാല്ലേ? ഇതൊന്നും സത്യമല്ല കേട്ടോ. അതെ പാഴ്സൽ ഒന്ന് ചിക്കോ. മമ്മിക്കുള്ളതെന്ന് തോന്നുന്നു. ചിക്കോ അടിക്കുള്ളതാ. മേടിച്ചോ മേടിച്ചോ. ഇവിടെ സാധനം മേടിയോ? ആടിയമ്മ കണ്ണി കണ്ടെല്ലാം മേടിച്ചു. കാശ് കൊടുക്കടാ. ആരുമല്ലോ കാശ് കൊടുക്കാൻ ഞാനും. അപ്പം ചുമ്മാണ്ട് വാളാന്ന്. ഇവിടെ എന്തോരം വാളൊക്കെ ഉള്ളത്. എന്നിട്ട് പിന്നെയും പോയി മരം വെട്ടാൻ വാളാന്നും പറഞ്ഞോണ്ട് ചുമ്മാ തൊഴിലാണ്ട്. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പനൊക്കെ. എല്ലാരും ഇങ്ങനെ മേടിക്കണ കണ്ടപ്പോ അപ്പനൊരു കൊതി. എത്രയാ? അങ്ങനെയാ ചോദിക്കണേ. എന്നാ അയക്കേ കിട്ടിയില്ലേ? ഞാൻ പോയി കഴിഞ്ഞിട്ട് ഗൂഗിൾ പേ ഇപ്പോഴും വലിയ പിടിയില്ല. എനിക്കറിയൊക്കെ ചെയ്യാം. ഞാൻ പോയി കഴിഞ്ഞിട്ട് ഒരാളെ നിർത്തണ്ടായിരുന്നു. കൃത്യം ഞാൻ പോണേന് എനിക്കൊരു 1000 രൂപ അയക്കുവാണേ. ഇവിടെ നിന്നോ? ഇവിടെ നിന്നേ. അതാ ഞാൻ ചിക്കനോട് പറഞ്ഞ ഞാൻ ഒരിടത്തും പോയേക്കരുത്. ഇവിടെ കണ്ടാർക്കും പേയ്മെന്റ് ചെയ്യാനും കഴിയില്ല, സാധനം മേടിക്കുകയും ചെയ്യും. കൊള്ളാം. രാവിലെ പറഞ്ഞല്ലോ പ്രേമമാണ് അഖില സാഗരമൊഴി. സാഗര അല്ല, പ്രേമമാണ് അഖില സാരമൊഴിയിൽ. എത്ര പറഞ്ഞാലും മകൾക്ക് മനസ്സിലാവില്ല. മകള് പിന്നെ സാഗരമൊഴി സാഗരം മലയാളം പഠിപ്പിച്ചപ്പോ എവിടെയായിരുന്നു? സ്കൂളിൽ പഠിച്ചപ്പോ. ആഹാ തന്നെ ഇങ്ങോട്ട്. എങ്ങനെയാന്ന് അറിയില്ലല്ലോ. എനിക്ക് ഉറപ്പുണ്ടല്ലോ. കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പന്തായം വെച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ടല്ലോ. ഉറപ്പുണ്ടോ? സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. അല്ല സാഗരം. പിന്നെ സാഗരമൊഴി. സാഗരം എന്ന് പറഞ്ഞാൽ കടല ആണോ? സാഗരം പോലെ പ്രേമം അല്ലേ? ഒന്ന് പോച്ചേ. അപ്പോൾ നമ്മളിതേ മൈജിയുടെ ഫ്രണ്ടിൽ വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ. മൈജി കണ്ടതും മമ്മി എന്നെയൊക്കെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. കണ്ടോ അതേ പോണ പോക്ക് കണ്ടോ. നമ്മളെ ഒന്നും ഇപ്പോൾ വേണ്ട കേട്ടോ. അപ്പോൾ കടയിൽ കയറിയ ഉടനെ എനിക്ക് വേണ്ട സാധനം എനിക്ക് കിട്ടി കേട്ടോ. ഞാൻ കുറേ നാളായിട്ടൊരു സ്റ്റീം അയൺ ബോക്സ് തപ്പി നടക്കുമായിരുന്നു. അത് വാങ്ങാൻ പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് മാറ്റി വെച്ചേക്കുന്ന കാര്യമായിരുന്നു കേട്ടോ. അത് മമ്മിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. അതെ മമ്മിയുടെ ഏരിയയിലേക്ക് പോയപ്പോൾ മമ്മിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡേ മാറി കേട്ടോ. ഭയങ്കര ഉത്സാഹം അയാൾക്ക്. കുറേ തവയും പാനും ഏതാണ്ടൊക്കെ പൊക്കിയെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ആവശ്യമുള്ള സാധനങ്ങളൊന്നും അല്ല, എല്ലാം ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇതിനകത്ത് കയറിയ ആൾ വേറെ നാഗവലിയായി മാറും കേട്ടോ.
മമ്മി 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 ആലോചിക്കണോ? അതെടുക്കണമെന്ന് ഞാൻ ആലോചിക്കണം. കൊണ്ട് അവിടെ വെക്കുന്നില്ല. വീട്ടിൽ കൊണ്ടായാലേ ഇതിനൊക്കെ എന്നാ വില? 3490. ചിരിച്ച് അപ്പോൾ ഇങ്ങനെ രണ്ട് കടയിൽ കയറി കഴിഞ്ഞാൽ മമ്മി ഹാപ്പിയാണ് കേട്ടോ. മമ്മി ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മമ്മി ഭയങ്കര ഫ്രീ ആവുമേ. അപ്പോൾ അതേ കുറേ ഏതാണ്ട് പാത്രങ്ങളൊക്കെ തപ്പിവാരി എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും മേടിച്ചൊന്നുമില്ല. ഇത് കണ്ടോ മമ്മിയുടെ കുട്ടിക്കളികൾ കണ്ടോ? ഇപ്പോൾ വലിയ 2 കൂട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഇല്ല കേട്ടോ, കൂട് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആകെ മൊത്തം ഏതാണ്ട് 2-3 സാധനം വാങ്ങിയിട്ടുള്ളൂ. എന്നാണേലും മമ്മി മൈജി പോകണമെന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ മമ്മിയെ പൊക്കി എടുത്തുകൊണ്ടങ്ങ് പോവായതേ. മമ്മി ഹാപ്പി, ഞാനും ഹാപ്പി കേട്ടോ. ആക്ച്വലി മമ്മിക്കല്ല, എനിക്കാണ് ബെനിഫിറ്റ് ഉണ്ടായത്. എനിക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടി. ഒരു തൊടുപുഴയ്ക്ക് പോയത് ഒരു സാധനം മേടിച്ചു തന്നില്ല. ഇങ്ങനെയുള്ളതിൻ്റെ കൂടെ പോകാതിരിക്കും. ഞാനും ഇനി മകളുടെ കൂടെ ഇല്ലടാ. ഞാൻ 5 രൂപയുടെ സാധനം മേടിച്ചപ്പോഴേ മകള് 10 രൂപയുടെ മേടിച്ചു കേട്ടോ. ഒന്നും മേടിക്കണ്ടായിരുന്നു. എന്നിട്ടുണ്ടല്ലടാ ഒരു കടയിൽ കയറി ഒരു വാട്ടൊക്കെ ഇരിക്കുമ്പോഴുള്ളൂ അതെങ്കിലും ഞാൻ മേടിച്ചു തന്നല്ലോ. എനിക്ക് അതുപോലെ മേടിച്ചു തന്നിട്ടില്ല കേട്ടോ. എന്നാ സാധനം എന്നറിയോ, മൈജി ഉദ്ഘാടനം ചെയ്തു, മൈജി പോണെന്നും പറഞ്ഞ് മൈജി പോയി. മൈജിന്ന് ഇറങ്ങി ഉടനെ പറയാണേ വാ വീട്ടിൽ പോവാന്ന്. എന്നെ ഒരു കുത്തക ഇതിനെക്കൊണ്ടൊക്കെ വല്ല വഴിക്കും പോകാൻ കൊള്ളാവോ? കാണുന്ന എല്ലാം വേണം കേട്ടോ. ഞാനാണല്ലോ മേടിച്ചത്. അവിടെ ചെന്നിട്ട് ഫോൺ ഒക്കെ എടുത്ത് നോക്കുന്നു. ഞാനൊരു പാത്രം മേടിച്ചു. ഒരു പുതിയ കടയിൽ കയറി ആരാണേലും ഫോണിന്റെ വിലയൊക്കെ നോക്കൂലേ, ഓഫർ ഉണ്ടോന്നൊക്കെ നോക്കൂലേ, അതുപോലെ നോക്കാൻ സമയത്ത് എന്നാന്നറിയാമോ, ഇനി അതിന്റെ കാശുകൾ ഞാൻ കൊടുക്കണോ? പിന്നല്ലാണ്ട് സാധനം വന്നറിയാമോ, ഒരെണ്ണം ഞാൻ കൊടുക്കും കേട്ടോടാ. ഏറെ വെച്ചോടുക്കാം. എത്ര മാത്രമാണ് അവിടെ. ഞാനിതൊക്കെ മേടിച്ചോളടാ. മകള് മേടിച്ചു നോക്കണം കേട്ടോടാ. ഇതൊരു കുപ്പി മേടിച്ചു. ഞാൻ ഒരു തേപ്പോട്ടി മേടിച്ചു. ആ തേപ്പോട്ടി അതിന് എത്ര രൂപയെന്ന് ചോദിച്ചെനിക്ക്. എത്ര രൂപ ഒരു തേപ്പോട്ടി? ഞാനിതെല്ലാം മേടിച്ചു. ഇതൊരു 10 മേടിക്കണതല്ലേ ഇത്. ഇതെനിക്ക് ആവശ്യമുള്ള സാധനം, ഇതെല്ലാം അനാവശ്യ സാധനം. ഓഹോ, എന്റെ സാധനം എല്ലാം അനാവശ്യമല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാ. നല്ല ക്യൂട്ടല്ലേ? പലതും കാണും കടയിൽ. എല്ലാം പോയി മേടിക്കുന്നു. കണ്ണി കാണുന്ന ഫ്രിഡ്ജ്, വലിയ മതിയായ ഫ്രിഡ്ജൊക്കെ പോയി തുറന്നു നോക്കി നടക്കോടാ. ഞാൻ ഓർത്ത് തമ്പുരാനെ അതെങ്ങാനും എന്റെ തലയിൽ ഇരിക്കുമല്ലോ എന്ന് ഞാൻ ഓർത്തു. ഞാൻ ഒട്ടും വരുന്നില്ല. ഞാനും വരുന്നില്ല. അയ്യടാ, പറ്റില്ല. വലിയ മതിയായ ഫ്രിഡ്ജൊക്കെ, ലക്ഷത്തിന്റെ ഫ്രിഡ്ജൊക്കെ പോയി തുറന്നു നോക്കണേ. പിടിച്ചു വലിച്ചോണ്ട് തോന്നി ഞാൻ. ഇനി അതെങ്ങാനും വേണമെന്ന് പറഞ്ഞെങ്കിലേ. അപ്പൊ ഞാനാണെങ്കിലും ഉണ്ടല്ലോ, ഞാനൊരു ഫോൺ നോക്കാൻ വേണ്ടി, എനിക്കൊരു ഫോൺ വേണം. അത് നോക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം മമ്മി വിചാരിച്ചു ഇപ്പൊ തന്നെ ഫോൺ മേടിക്കുമല്ലോ, അതിന്റെ ബില്ല് കൊടുക്കേണ്ട വന്നില്ലോ എന്ന് ഓർത്ത് എന്നോട് പറയണേ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ടാന്ന്. ഞാൻ അവിടെ വെച്ചു. അങ്ങനെ നല്ല മക്കള് ആൾക്കാരെല്ലാം അന്യഗ്രഹം. പിന്നെ ഞാൻ മുതലാക്കി. എന്താന്നറിയാം, ഒരു തേപ്പോട്ടി എത്ര രൂപയാന്ന് ചോദിച്ചു നോക്കിയടാ. എത്ര രൂപ? 10,000 രൂപയായി. പിന്നെ 2000 രൂപ. പിന്നെ 2000. അതൊരു പ്രത്യേകം തേപ്പോട്ടിയാ. ഇതിനകത്ത് വെള്ളം വരും. ആ ബില്ലിങ് എടുത്തേ തേപ്പോട്ടിയുടെ വില ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. മകൾക്ക് ഒന്നും മേടിച്ചു കൊടുത്തില്ല എന്ന് മകള് പറയണ. വീട്ടിൽ വന്നു കഴിയുമ്പോ അടിയാവുന്നല്ലേ? 4300. എന്തിനാ തേപ്പോട്ടിക്കോ? ഇത് ആകെ 2000 കണ്ടോ അവര് പറഞ്ഞു. ഒരു ഓഫറും തന്നായിരുന്നല്ലോ. പിന്നെ ഓഫർ കുന്തോ കിട്ടിയേ. 3728 രൂപയാണ് തേപ്പോട്ടിക്ക്. 3728 കേട്ടോ. ഞാൻ മേടിച്ചതിന് 215, 79, അത്ര സാധനം ഞാൻ. നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിന് വിലയോ? ഇതെന്നാ ഇത്? ടോട്ടല് 4320. ഇതെന്നതാ 3728 രൂപ തേപ്പോട്ടി. ടോട്ടൽ ടാക്സിബിൾ വാല്യൂ എന്ന് പറഞ്ഞോണ്ടോ? അതല്ല മനുഷ്യത്തി, അതല്ല. ഇൻബോക്സിന് 2110. പിന്നെന്താ എന്റെ ആ പാത്രത്തിന് 1330 രൂപയുള്ളൂ. ഞാൻ അടിച്ചത് ഇതിന് 170 രൂപ. ഞാൻ മേടിച്ചത് മാത്രം എല്ലാം വേണം. ഇതിപ്പോ ഇടിച്ചും പൊട്ടിക്കും കേട്ടോ. എന്നിട്ട് മാക്കൊന്നും മേടിച്ചു കൊടുത്തില്ല. ആൻസി പോണം. ഞാൻ ഉള്ള പിടിച്ച പിടിയാലേ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ ചോറിന് വഴിയായിരിക്കും. പ്ലം കേക്ക് ഞാൻ പോണു. അവിടെ വെച്ച് നിബിയെ കണ്ടു. ഞാൻ പറഞ്ഞ ഏതിലേലും കൊണ്ടുപോയിക്കോളാൻ പറയാൻ, ജീപ്പേ കയറ്റി കൊണ്ടുപോയിക്കോളാം.
ഈ തലമുടിയൊക്കെ വെട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടല്ലോ ആൾക്കാർ അന്യഗ്രഹ ജീവിയെ കാണുന്ന പോലെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നടക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ പുറകിൽ നിന്ന് ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ നോക്കും. മേലെ എന്നോട് പോന്നേക്കരുത്. ഓ ശരി മേഡം, ഇനി എന്റെ അടുത്ത് വരും കേട്ടോ, എന്തേലും കാര്യത്തിൽ എന്റെ അടുത്ത് വരും ഇനി. എന്നിട്ട് ഒരാള് മൈജി ട്രാൻസ്പോർട്ട് അവിടെയാന്ന് പറഞ്ഞിട്ട് അവിടെയല്ല മൈജി എന്നും പറഞ്ഞ് ഞങ്ങള് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ വഴി നോക്കി പോയി കേട്ടോ. പഴയ മൈജി കൊണ്ട് ഇറക്കി വിട്ടു. പഴയ മൈജി കൊണ്ട് ഇറക്കി വിട്ടു. ഞാനും ഡ്രൈവറും പറയുന്നുണ്ട് ഇവിടെയാ. പിന്നെ ഒരു അക്ഷരം മിണ്ടില്ല. 150 രൂപ ഓട്ടോയ്ക്ക്. കാശിന് തന്നു മര്യാദക്ക് 150 രൂപ. എന്നാണേലും അമ്മായിമ്മ ഭയങ്കര